rise of the dragon. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മ എനിക്ക് തന്നെ തരാന്നാ പറഞ്ഞേ. എന്നെയാ? അല്ല, ഓട്ട്. നിന്റെ ഓട്ടും എനിക്ക് തന്നെ തരണേ. അയ്യോ, ചേച്ചിക്ക് ആള് മാറുന്ന തോന്നണേ. എന്റെ വോട്ട് കൊച്ചിയിലാ. ഓ, UPSC ആയിരുന്നാ? ശരി എന്നാ. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. അളിയാ, നീ എത്തിയാ? ഞാൻ ഇവിടെ കൈലാസത്തിലുണ്ട്. കൈലാസത്തിലാ? എടാ, എന്നോടിവിടെ വരാൻ പറഞ്ഞിട്ട് നീ ഹിമാലയത്തിൽ പോയി കിടക്കണോടാ. ഇവിടെ ഒരു കൈലാസം ഉണ്ടടാ. ഇവിടെന്ന് പറയുമ്പോ എവിടെയാടാ? എവിടെ തിരിഞ്ഞാലും ചായക്കടയാണല്ലോ. ഡേയ് ഒന്ന് അടങ്ങ്, ഇപ്പൊ മനസ്സിലാവും. ആ ബൈക്ക് പോയ വഴിയില്ലേ, അതിലേക്കൂടെ തന്നെ നടന്നോ. അവിടെയാണ് അക്കാഡമി. ഡേയ്, ഒരു മാറ്റമില്ലല്ലോ നിനക്ക്. അളിയാ, എവിടെയാണെന്നോ എത്ര നേരം? ഓ, ഒന്നും പറയണ്ട അളിയാ. ദോണ്ടെ അതിന്റെ മണ്ടയ്ക്കാണ് റീഡിംഗ് റൂം. ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട്. നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. എടാ, അപ്പൊ അഡ്മിഷൻ എടുക്കണ്ടേ? ഓഫീസൊക്കെ അവിടെ തന്നെ കാണും, നീ വാ. അളിയാ, ഇത് ഗൗതമേനോൻ. ഓടെ, അത് സയൻസ് ടെക്കിന്റെ സാറാ. സർവീസ് കിട്ടിയ ആളാ. തൊട്ടപ്പുറത്ത് നിൽക്കണയാണ് എബി സാറ്. എന്നെ കോളേജ് പഠിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ പുള്ളി ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അതിനിത് കോർപ്പറേഷൻ അല്ലേ? ഇവിടത്തെ അല്ലടാ, കാസർഗോഡ് ഏതോ ഗുദാബിലാണ്. ഏതായി പുതിയ അപരാധം? സാറേ, ഇതെന്റെ ഫ്രണ്ടാ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാ കോളേജില്. നീ വിളിച്ചു വരുത്തിയതാ? ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല, അവൻ സ്വന്തമായിട്ട് കേറി വന്നേ. എടാ, ആ വളവിലെ ഒരു ഷവർമ്മ കടയുണ്ട്. അവിടെ ബെൻഡ് ചെയ്ത് നിന്ന് ഷവർമ്മ കട്ട് ചെയ്യുന്നൊരു ഹതഭാഗ്യനുണ്ട്. അവൻ ഞാൻ ബെൻഡിക്കെന്നാ വിളിക്കുക. ഹീസ് ദി അപ്പോസ്റ്റൽ ഓഫ് മോഡേൺ ഷവർമ്മ മേക്കിംഗ്. അതങ്ങനെയാണ്, മനസ്സിലായോ? എന്നാ പോയി വല്ലതും മുണങ്ങി. ഷവർമ്മയൊക്കെ പിന്നെ, നീ വാ, നമുക്ക് ആദ്യം പോയി അഡ്മിഷൻ എടുക്കാം. അരുൺ, how was your interview? കുഴപ്പമില്ലായിരുന്നു സാർ. ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ അടിച്ചു. That is okay. ഇനിയെല്ലാം അവൻ്റെ കയ്യിലാണല്ലോ. ക്യുമുലോനിംബസ്. ഇപ്പൊ മഴ പെയ്യും. മഴ പെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. മഴ പെയ്തു. That is the situation. ഇയാളെന്താ ജോത്സ്യനാ? ജോൽസിനൊന്നുമല്ല, ജിയോഗ്രഫിന്റെ മാഷ. നീ വാ, നമുക്ക് അഡ്മിഷൻ എടുക്കാം. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس Hey man. സാറേ, ഇത് ആൻസർ ഷീറ്റ് അല്ല, അഡ്മിഷൻ ഫോം ആണ്. പക്ഷേ ഇത് ടാഫിൽ ചോദിക്കും. Get it? ചലോ, I'll see you guys tomorrow. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي. അതെ, ക്ലാസ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കർമ്മശീലയിലോ ധ്രുവശീലയിലോ വിക്രമശീലയിലോ ആയിരിക്കും ക്ലാസ് കേട്ടോ. എടാ, ഇത്ര പൈസ കൊടുത്തിട്ട് കല്ലുമ്മക്കിരുന്നാണ് പഠിക്കണ്ടേ? എടാ, ഇതൊക്കെ ക്ലാസ് റൂമിന്റെ പേരാടാ.
കേശവ? സാറേ, പുതിയ അഡ്മിഷനാ. എന്തുട്ട്? എടാ, ഇത്രയും പഠിച്ചാ കിട്ടുമല്ലേ? കിട്ടും 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 കിട്ടും. നീ വന്നേ. എടാ, നീ എന്താ ഇവിടെ? ഞാൻ ഇപ്പൊ ചേർന്നുള്ളൂ. നീ ഇവിടെയാണോ പഠിക്കണേ? പഠിക്കല്ല, പഠിപ്പിക്കുക. ശരിയെന്നാ, ഇനി ക്ലാസ്സിൽ കാണാം. ரொம்ப ദൂരം പോയിട്ടിയാ രാഹുലേ? ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തൊക്കെ. എടാ, റിസൾട്ട് വന്നു. റിസൾട്ടാ? എന്തിന്റെ? ഷുഗറാ, പ്രഷറാ? അല്ലടാ, UPSC. നോക്ക്. എടാ, പേടിയാവുന്നടാ. എന്താ കേശവ? സാറേ, റിസൾട്ട് വന്നു. എടാ കിട്ടിയടാ, എടാ കിട്ടിയടാ. എടാ, IASകാരാ, ട്രീറ്റ് വേണം. എടാ, അതൊക്കെ ഷുവർ അല്ലേ? ട്രീറ്റ് ഒക്കെ തരാം. അതിന് മുമ്പ് ഒരാളെ കാണണം. നീ വന്നേ. ആരെ? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. സാറേ, ലിസ്റ്റിലുണ്ട്. സാറേ, അതൊക്കെ റെഡിയാണ്. എടാ, വാടാ. പാളന്റെ പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വച്ചിടും. പാടത്തിൻ്റെ ഓരത്തവൾ എന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിൻ മറവില് നിന്ന് ആരുമറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറ് നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച്, പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചീരുള്ള പാവാടയിട്ട്, ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണോരാൽമരത്തിൻ തൊട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. Hello everyone. Welcome to the first episode of Fortune's Finest. In this first episode of Fortune's Finest, we have with us Arun Asthai. ഇൻ്റർവ്യൂ എടുക്കുന്ന സാറേ, പിന്നെ ചെയ്താൽ പോരെ ഇത്? നമുക്ക് കുറച്ചുകൂടെ പ്രോഗ്രാംസ് ബാക്കിയുണ്ട് അത്ര. ഇല്ല, കുഴപ്പമില്ല, പിന്നെ ചെയ്യാം, പ്ലീസ്.